ഹലോ ഡാർലിങ്സ്, ദ റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായി റിയാക്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം നീറ്റ് എക്സാം നടക്കുകയുണ്ടായി. നീറ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേര് പറഞ്ഞു. അനുകൂലിച്ച് പറഞ്ഞവർക്ക് ഒരുപാട് സ്റ്റാർഡം കിട്ടി, പ്രതികൂലിച്ച് പറഞ്ഞവരൊക്കെ എന്താ പറയുന്നത്, സംഘികളായി മാറി, സംഘിണികളായി മാറി, ഈ പറയുന്ന പോലെ കുറേ തെറിയും ചീത്തയും ഒക്കെ കേൾക്കേണ്ടി വന്നു. അക്കൂട്ടത്തിൽ അനുകൂലിച്ച് പറഞ്ഞ അല്ലെങ്കിൽ അനുകൂലിച്ച് അവർക്കൊപ്പം നിന്നൊരു വ്യക്തിയാണ് ജാൻമണിദാസ് എന്ന് പറയുന്നത്. ജാൻമണിദാസ് അവരുടെ പാർട്ടി ആ പ്രക്ഷോഭത്തിൽ പോയി പങ്കെടുത്തതോ പങ്കെടുക്കാതിരിക്കുന്നതൊക്കെ ജാൻമണിയുടെ ഇഷ്ടമാണ്. ജാൻമണി എനിക്ക് പേഴ്സണലി വളരെ അടുത്തറിയാവുന്ന ഒരു സുഹൃത്തും കൂടെയാണ്. അപ്പോൾ ജാനുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ, നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, എന്തുകൊണ്ട് ശാരിക ഇതിനെ വിമർശിക്കുന്നില്ല, അതിന് റിയാക്ട് ചെയ്യുന്നില്ല. ഒരാൾ പറയുന്നത് നമുക്ക് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം. പക്ഷെ എനിക്ക് ജാനുവിനെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം അവരുടെ മുമ്പിൽ വന്ന് നിന്ന മഞ്ഞ മീഡിയ അവർക്ക് ശരിക്കും ഈ പറയുന്ന പോലെ ഒരുപക്ഷെ ജാൻമണി ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അത് ഈ ലെവലിൽ പോകുമെന്ന്. അവർക്ക് ഇട്ടുകൊടുത്ത എന്തോ ക്വസ്റ്റിനെ കയറി ജാൻമണി കൃത്യമായിട്ടുണ്ട്. എല്ലായ്പ്പോഴും ജാൻമണിക്ക് പറ്റുന്ന ഒരു അബദ്ധം അത് തന്നെയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടാവുക. ജാൻമണി എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളിൽ ചെന്ന് കൊത്തും. ഇവന്മാർക്കറിയാം ജാൻമണിക്ക് ചോദിക്കുന്നതിൻ്റെ ആ ഒരു സംഭവം പകുതിയെ മനസ്സിലാവത്തുള്ളൂ. ബിക്കോസ് ഇവന്മാർ ഉദ്ദേശിക്കുന്ന അർത്ഥം ആയിരിക്കത്തില്ല ജാൻമണി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിലും ജാൻമണി അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ജാൻമണി പറയും, ചേച്ചി അത് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല ഇവർ പുറത്ത് പറയുന്നത്. സോ പ്രധാനമന്ത്രി പറഞ്ഞത് എന്തായാലും വളരെ മോശമായിട്ടുള്ളൊരു പരാമർശമായിരുന്നു. പക്ഷേ അത് ജാൻമണി തിരിച്ചറിയുകയും ബുദ്ധിയുള്ളവരാരോ ജാൻമണിക്ക് പറഞ്ഞു കൊടുത്തു. ജാൻമണി തീർച്ചയായിട്ടും അത് മാപ്പ് പറഞ്ഞു, അപ്പോളജ് ചെയ്തു. അതാണ് കൾച്ചർ, അതാണ് സംസ്കാരം. അവരാരോ ആയിക്കോട്ടെ, പക്ഷേ ആ ഒരു റിയൽ കൾച്ചർ, അവർ വളർന്ന അല്ലെങ്കിൽ അവരുടെ അവരൊരു സംസ്കാരം കാണിച്ചു. അവർക്ക് മനസ്സിലായി ചെയ്ത് അവർ പറഞ്ഞത് മോശമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനെ പബ്ലിക്കായിട്ടൊരു മാപ്പ്, ഒരു അപ്പോളജി കൊടുക്കുക. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണത്. അവരൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അവർക്ക് വേണമെങ്കിൽ അവർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാം. പക്ഷെ അവരത് ചെയ്തില്ല, അവർ സോറി പറഞ്ഞു. അതാണ് എനിക്ക് മിക്കപ്പോഴും ജാനു അങ്ങനെ തന്നെയാണ്, സോറി പറയും. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇത് തന്നെ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ ജാൻമണിയുടെ വിഷയം കൊണ്ടുവരാൻ കാര്യം വേറൊരു കാര്യം, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മുടെ കേന്ദ്രതലത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ ആ ഒരു കേന്ദ്ര നേതൃത്വത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ എനിക്കറിയില്ല അവർക്ക് എത്രമാത്രം ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മളെന്ന്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയെയും ഗവർണറെയും മുഖ്യമന്ത്രിമാരെയും നമ്മുടെ സ്റ്റേറ്റിലുള്ളവരെയും കലാകാരന്മാരെയും കുട്ടികളെയും കുഞ്ഞുങ്ങളെയും ഒക്കെയും വെർബലി റേപ്പ് ചെയ്യുന്ന ഒരു സ്ത്രീ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ പേരാണ് ഷഫീന ബീവി എന്ന വെർബൽ റേപ്പിസ്റ്റ്. അവരെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും വിളിക്കാൻ പറ്റത്തില്ല. അവർ വേറെ ഏതോ ജനസിൽപ്പെട്ടൊരു സ്ത്രീയാണ്. അവരുടെ കൂട്ടാളികളെ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കേസെടുക്കാൻ എഫ്ഐആർ ഇടുമെന്ന് വരെ പറഞ്ഞിട്ടും ഇപ്പോൾ കുറച്ച് ഒതുങ്ങി എന്നല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം കുഴിതോണ്ടുന്ന ഒരു സ്വഭാവം അവർ നിർത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല, അവരുടെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെർബൽ റേപ്പ് ചെയ്യുക. അത് പ്രധാനമന്ത്രി എന്നില്ല, ഇനി പ്രസിഡന്റ് എന്നില്ല, വൈസ് പ്രസിഡന്റ് എന്നില്ല, നമ്മുടെ മുഖ്യമന്ത്രി എന്നില്ല, ആരെ അവർ പറയും. കലാകാരന്മാരാണ് പ്രത്യേകിച്ചും പറയും. പറഞ്ഞ് അമ്മയെയും കുഞ്ഞുങ്ങളെയും, അമ്മമാരെയും കുഞ്ഞുങ്ങളെയും വരെ പറയാൻ തുടങ്ങി. അതിനുശേഷമോ പലരെയും സൂയിസൈഡിൻ്റെ വക്കിലെത്തിക്കുന്നു. പലരും എന്നെ വിളിച്ച് കരയാണ്, ചേച്ചി ഇനിയൊരു വീഡിയോ അവരെന്നെ കുറിച്ച് ചെയ്താൽ ഞാൻ മരിച്ചു കളയും. ഇപ്പം പറയുന്ന പോലെ എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് അല്ല. പലരും പല ട്രോമയിലൂടെയും ജീവിതം എന്ന ഒരു പ്രഷർ കുക്കർ നടന്നുവന്ന ആൾക്കാരാണ്. അക്കൂട്ടത്തിൽ അവർക്കെതിരെയുള്ള വ്യാജ പരാതികൾ, അതെന്താണ്? പൈസ തട്ടൽ. ഇവരെ പലരെയും ഈ സ്ത്രീ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിന് തെളിവുകൾ എൻ്റെ അടുക്കെ പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇത് അവെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ഇതൊരു കോടതിയല്ല. ഇവിടെ കൊണ്ട് ഞാൻ റെക്കോർഡ് കേൾപ്പിക്കുക, ഇവിടെ കൊണ്ട് ഞാൻ ഫോട്ടോ വയ്ക്കുക, ഇവിടെ കൊണ്ട് മറ്റേ നമ്മൾ ബട്ടൺ ക്യാമറ വെച്ച രഹസ്യ സാധനങ്ങൾ, CCTV ഫൂട്ടേജൊക്കെ വെക്കാൻ, ഇതൊരു ഒരു കോടതി റൂമിലിരുന്നല്ല ഞാനിത് ചെയ്യുന്നത്. ഞാനൊരു അഡ്വക്കേറ്റും അല്ല, ഞാനൊരു ജസ്റ്റിസും അല്ല, ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ഒന്നുമല്ല. ഒരു പൗര മാത്രമാണ്. ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ. സോ അതുകൊണ്ട് ഞാൻ ജാൻമണിയുടെ വിഷയം വന്നപ്പോൾ അതിനകത്ത് കുറേ റീലുകൾ കണ്ടു. ഇവരെ പോലീസിലേൽപ്പിക്കണം, ഇവരെ അറസ്റ്റ് ചെയ്യണം, മോദിയെ പറഞ്ഞതിനെ അറസ്റ്റ് ചെയ്യണം. മോദിയെ ഈ ഷഫീന ബീവി പറഞ്ഞെന്താ നിങ്ങളിപ്പോൾ കേട്ട് കാണും അല്ലേ? അത് കുറച്ച് പഴയ ഒരു വീഡിയോ ആണ്. അത് ആരോ ബുദ്ധിമാൻ ഈ സമയത്ത് എടുത്തിട്ട് പൊക്കി വിട്ട് കളഞ്ഞത്. എനിക്ക് തോന്നുന്നു പോളണ്ട് മല്ലു അങ്ങനെ കാണ്ട പറഞ്ഞൊരു മനുഷ്യനാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത്. അതാണ് പിന്നീട് ഇപ്പോൾ വാർത്താ ചാനലുകൾ, മറുനാടൻ മലയാളിയെ പോലുള്ള വാർത്താ ചാനലുകൾ അത് എടുത്തിട്ട് വെച്ചിട്ട് എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് മറുനാടൻ മലയാളിയെ കുറിച്ച് അത്ര ഇമ്പ്രഷനൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അങ്ങനൊരു ചാനൽ, അത് വാർത്തകൾ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ അങ്ങനൊരു ചാനലിൽ ഇവരെ ഒരു വാർത്ത മോദിജിയെ പരാമർശിച്ചില്ലെങ്കിൽ, മോദി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി, അദ്ദേഹം ഏത് പാർട്ടി ആയിക്കോട്ടെ, അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അത് മോദി ആവാം, ഇനി വരുന്നവരാവാം, അവർ ഏതെങ്കിലും പാർട്ടികൾ, റൂളിംഗ് പാർട്ടി വേറെ മാറി വരാം. പക്ഷേ
അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ത്യയുടെ രാജ്യത്തലവനാണ്, രാഷ്ട്രത്തലവനാണ്. അപ്പോൾ അദ്ദേഹത്തെ അഭിസംബോധനയൊക്കെ ചെയ്ത് സംസാരിക്കുമ്പോൾ കുറച്ച് മാന്യത വേണം. നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, മറ്റതുണ്ട്, മറിച്ച് ഒക്കെ സമ്മതിക്കുന്നു. പക്ഷെ നമ്മളും അനുസരിക്കേണ്ട കുറേ റൂൾസ് ഉണ്ട്. അങ്ങനെ ആ റൂൾസിനകത്ത് നടക്കുന്നതുകൊണ്ടാണ് ഒരുവിധം നമ്മളെ ഒതുക്കി മെരുക്കി ഓരോ ഗവൺമെന്റും കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ എന്താ, എല്ലാം തോന്നിയവാസം പോലെ നടക്കത്തില്ല. ആർക്കും ആരുടെയും വീട്ടിൽ ചെന്ന് തെറി പറയാനും തുണിമുക്കി കാണിക്കാനും അശ്ലീലം കാണിക്കാനും റേപ്പ് ചെയ്യാനും ഒക്കെ ഒരു റൈറ്റായി മാറത്തില്ലേ? അപ്പോൾ ഈ റൂൾസ് നമ്മൾ അനുസരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ സൈബർ ഇടങ്ങളിലും അങ്ങനെ റൂൾസ് കൊണ്ടുവരണം. എനിക്ക് പ്രധാനമന്ത്രിജിയോടാണ് ഇത് പറയാനുള്ളത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ നീറ്റ് എക്സാമിന് നിങ്ങൾ വളരെ ചടുലമായിട്ടുള്ള തീരുമാനങ്ങളും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൊണ്ട് തന്നെ നിങ്ങൾ ബില്ലുകൾ വരെ പാസ്സാക്കാൻ ശ്രമിച്ചു. അത് അവരെ എതിർക്കുന്നവരെയാണ് ശരിക്കും ആൻറ്റി നാഷണലിസ്റ്റ് എന്ന് പറയേണ്ടത്. അവരെയും കോക്രോച്ചന്മാരുടെ കൂട്ടത്തിലാണ് കൂട്ടേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഷഫീന ബീവിയെ പോലുള്ള വെർബൽ റേപ്പിസ്റ്റുകൾക്ക് ഒരു അറുതി ഉണ്ടായേ പറ്റത്തുള്ളൂ സർ. എനിക്ക് നിങ്ങൾ ഇപ്പം ഞാൻ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് എനിക്ക് അവരോട് പേഴ്സണൽ വെൻഡറ്റയൊന്നുമില്ല, പേഴ്സണൽ വൈരാഗ്യമില്ല. എൻ്റെ മോളെ അവർ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞു എന്നത് ഞാൻ അവിടെ വെക്കുന്നതിനുള്ള മറുപടി ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതല്ല, അവരെ എൻ്റെ മോളെയും എന്നെയും എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട ബ്ലോഗർമാരുടെ കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാരെ പറയുക, അച്ഛന്മാരെ പറയുക, സഹോദരങ്ങളെ പറയുക, അങ്ങനെ വെർബലി വല്ലാതെ ശരിക്കും പക്ക വെർബൽ റേപ്പാണ് ഷഫീന ബീവി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്രധാനമന്ത്രി ഇത്തരത്തിൽ തെറി വിളിക്കാൻ പറ്റുന്ന ഒരു ധൈര്യം അവർ കാണിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് തലയ്ക്ക് സുഖമില്ലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തുമാവാം, സൈബർ ഇടങ്ങളിൽ എന്തുമാവാം എന്ന ഒരു ഇത്. പക്ഷെ ഇതൊന്നും പൊതുജനങ്ങൾക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. അവർ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് സ്വന്തമായിട്ട് കണ്ട് ആസ്വദിക്കട്ടെ. തെറിയും പറഞ്ഞ് കുട്ടികൾ കാണുന്നൊരു പ്ലാറ്റ്ഫോമാണ്, ഒരുപാട് ജനങ്ങൾ കാണുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിമർശിക്കണമെന്ന് പറയത്തില്ല, ബിക്കോസ് ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് കൺട്രി. നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ഡെമോക്രസി ഉണ്ട്, നമുക്ക് വിമർശിക്കാം. സഭ്യമായ ഭാഷയിലാണ് വിമർശനം വേണ്ടത്, അപ്പോഴാണ് അത് കിട്ടിയാവുന്നത്. അപ്പോൾ കുറിക്കൊള്ളുന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറവുകൾ, അദ്ദേഹം കാണിക്കുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ശക്തമായ ഭാഷയിൽ അപലപിക്കാം. അതല്ലാതെ വായെടുത്താൽ തെറിയും ചീത്തയും പറയുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയെ പറഞ്ഞ തെറി അത് നിങ്ങൾ കേട്ടോ എന്ന് എത്ര പേര് കേട്ടു. എനിക്കത് ഇവിടെ വയ്ക്കാൻ ഇച്ചിരി ജാള്യതയുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ ഇങ്ങനെയുള്ള കട്ട് പീസുകൾ എടുത്ത് വെക്കാറില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. ഞാനത് കാണുന്നു, അതെടുത്ത് അനലൈസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു, പ്രതിഷേധിക്കുന്നു. അതുകൊണ്ട് എനിക്ക് കേന്ദ്രത്തോട് ഞാൻ ആദ്യമേ എൻ്റെ ഈ ക്യാമ്പയിൻ ഞാൻ അവർക്കെതിരെ തുടങ്ങിയതാണ്. എന്തായാലും അതിൽ കുറച്ചൊക്കെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയതാണ്. ഇപ്പോൾ വലിയ വലിയ ചാനലുകൾ, അതായത് മർദാനൻ മലയാളി എന്ന് പറയുന്നത് സൈബർ ഇടത്തിലെ ഏറ്റവും മുന്തിയ ചാനലുകളൊന്നാണ്. പ്രത്യേകിച്ച് വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ അവർ ചെയ്യുന്ന വാർത്ത എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷേ അവരതെടുത്ത് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര താങ്ക് യു. കാരണം ഇനിയും ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ, സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഇതെടുത്ത് ചെയ്യട്ടെ ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഒന്നെങ്കിൽ ഒരു ബില്ല് ഇത് പാസ്സാക്കണം. ഇത് ഷഫീന ബീവി, ഇനി ഒരു ഷഫീന ബീവി മതി, അത് ഇവരോടുകൂടി ഇത് അവസാനിക്കണം. ഷഫീന ബീവിയും കോക്കസും അല്ലെങ്കിൽ കോറസും ഒക്കെ ഇവിടെ തീർന്നു. ഇനി ഒരു ഷഫീന എന്ന ഒരു സാധനം ഉണ്ടാവരുത്. ഇനി ഒരാളെ അവരുടെ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ വലയിലോ ഇരയിലോ ആകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ദയവ് ചെയ്ത് പ്രധാനമന്ത്രിയോടും അതോടൊപ്പം കേന്ദ്രം ഭരിക്കുന്ന ആൾക്കാരോടും അതുപോലെ നിങ്ങളുടെ കേന്ദ്രീയ വാർത്താ വിതരണ ഡിപ്പാർട്ട്മെൻറ്റിനോടും ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞതിന് ഇവർക്ക് തക്കതായിട്ടുള്ള ഒന്നെങ്കിൽ ഇവരുടെ ചാനലിൽ എന്തെങ്കിലും കൺട്രോൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇവരെ മര്യാദ പഠിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇവരെന്തായാലും FIR ഇട്ട് അറസ്റ്റ് ചെയ്യുന്നത് വരെയും ഞാൻ എൻ്റെ ഈ ഒരു യജ്ഞം തുടരുക തന്നെ ചെയ്യും. കാരണം ഒരുപാട് അമ്മമാർ വിളിച്ചതിനെ കരയുന്നുണ്ട്, ശാരിക ഞങ്ങളുടെ ജീവിതം ഇവർ നശിപ്പിക്കാൻ ശ്രമിച്ചു, സഹായിക്കാമെന്ന വ്യാജേന ഞങ്ങളെ കുഴിയിൽ ചാടിച്ചു, ഒരുപാട് പൈസ ലക്ഷങ്ങൾ തട്ടിയെടുത്തു, അതിൻ്റെയൊക്കെ തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. അത് വേണ്ട പോലെ സൈബർ സെല്ലിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചാൽ അവർ പെർമിഷനോടുകൂടി സബ്മിറ്റ് ചെയ്യുന്നതാണ്. സോ പ്ലീസ് നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദയവായി ഇതിനും ഒരു നടപടി തീർച്ചയായിട്ടും കേന്ദ്രം അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാർ, ഇത് ഒഫീഷ്യൽസ് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്.